അപ്പം ഞാനിപ്പോൾ എന്താ കഴിക്കണേന്നറിയോ? നല്ല ചൂടുള്ള ചോറും ഉണക്ക സ്രവ് വറുത്തതും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഈ ചൂടുള്ള ചോറിൻ്റെ കൂടെ ഉണക്ക സ്രവ് കൂട്ടി കഴിക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഉണക്ക സ്രവ് ഇങ്ങനെ തയ്യാറാക്കണേ നോക്കാം കേട്ടോ. പൊളി കഴിക്കാം. നമ്മൾ ഒരു കഷ്ണം ഉണക്കസ്രാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഒരു 12 മണിക്കൂറെങ്കിലും ഒരു വലിയ പാത്രത്തിൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിർത്തിയിടണം. പിന്നെ അതിൻ്റെ സ്കിന്ന് ഇതുപോലെ കുതിർത്തിയതിന് ശേഷം അരിഞ്ഞെടുക്കണം കേട്ടോ. എനിക്ക് ശരിക്ക് കട്ട് ചെയ്യാൻ അറിയാത്ത കാരണം കുറച്ചൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് ഇത് മിക്സിയിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മിയിൽ ഇട്ടിട്ട് ഇനി ചതയ്ക്കാണ് വേണ്ടത് കേട്ടോ. മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സാധാരണ അരയ്ക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഒന്ന് ആക്കില്ല, അതുപോലെ ഒന്ന് ആക്കിയാൽ മതി. കൂടുതൽ അരഞ്ഞു പോകണ്ട. മിക്സിയുടെ ബൗളിലിട്ടിട്ട് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടിങ്ങനെ ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. അമ്മിയുള്ളവർ അതിൽ ചെയ്യണം കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സ്രാവ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. നല്ല കട്ടിയുള്ളൊരു ചീഞ്ചട്ടി ആവും വേണം. പിന്നെ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മൾ സ്രാവ് അതിലേക്ക് ഇടുക. പിന്നെ അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ. വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് അധികം ചുവന്നുള്ളിയും കുറച്ച് പച്ചമുളകും ഒന്ന് നന്നായി മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വേറെ ചീഞ്ചട്ടിയിൽ ഇതുണ്ട്. നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആദ്യം സ്രാവ് വറുത്തില്ലേ അതിലേക്ക് അതങ്ങോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ അത് സിമ്മിൽ കിടന്ന് നല്ല ബ്രൗൺ കളറാവണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോഴും ഉപ്പ് കൂടുതലാണെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചും കൂടി നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇത്തിരി എരിവിൻ്റെ കുറവ് തോന്നി. അപ്പം ഞാനൊന്ന് നടുക്കിലാക്കിയിട്ട് കുറച്ച് ചതച്ച മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മുരിച്ചെടുത്തു കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഉപ്പിടണ്ട. ഇൻ കേസ് നമ്മൾ തലേദിവസം അല്ലെങ്കിൽ ഒരു 12 hours എങ്കിലും വെള്ളത്തിൽ കുതിർത്തിയിടണം. അതിന് ശേഷം ഉപ്പ് കൂടുതൽ തോന്നുകയാണെങ്കിൽ എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ അതിൽ ചേർത്ത് ഒന്ന് സിമ്മിൽ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പ് കൂടുതലുള്ളതെല്ലാം ബാലൻസ് ചെയ്യും. പിന്നെ ഇത് നമ്മൾ ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിച്ചാണ്ടല്ലോ എന്ത് ടേസ്റ്റാണെന്നറിയോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം.